ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഒരു കാര്യമാണ്, അത് അറ്റകൈ പ്രയോഗമാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ കണക്കുകൾ നമ്മളെ വിശ്വാസികളുടെ കയ്യിൽ വേണം. ആ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോകുന്ന അവസരത്തിൽ ഒരു ചില്ലി പൈസ പോലും അവിടെ കാണിക്കയായിട്ടോ സംഭാവനയായിട്ടോ നേർച്ചയായിട്ടോ ഒന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് നമ്മളോട് കോപമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കൊള്ളക്കാരെ ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നൊന്നും കൊള്ളയടിക്കാൻ കിട്ടാനില്ല എന്ന് ഒരു തോന്നല് ഈ ദേവസ്വം ബോർഡിനും സർക്കാരിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയെങ്കിലും തലേന്ന് പോയാൽ മതി എന്നൊരു കാഴ്ചപ്പാടിൽ അത് വിശ്വാസികളുടെ തലയിലേക്ക് തന്നെ, വിശ്വാസികളുടെ നിയന്ത്രണത്തിലേക്ക് അത് വിട്ടു തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വിശ്വാസികളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കാം പലിശ സഹിതം. അതുവരെ നമ്മൾ പിടിച്ചു വെച്ചൊക്കെ വിശ്വാസികളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നമുക്ക് കൊടുക്കാം. അതുവരെ നമ്മളൊന്ന് പിടിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ആ രീതിയിലാണെങ്കിൽ ഇവർക്ക് പിന്നെ കൈ ഒഴിയാതിരിക്കാൻ പറ്റില്ല. വിശ്വാസികളുടെ കയ്യിലേക്ക് ഈ അധികാരം കൈമാറാതിരിക്കാൻ പിന്നെ ഇവർക്ക് നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.